1ന്റെ ഓൾ ഇന്ത്യ റാങ്ക് 109 ആണ് ആൻഡ് സ്കോർ ഇസ് 643. ഓൾ ഇന്ത്യ റാങ്ക് 10,787, കേരള റാങ്ക് 1067 ആണ് വന്നിരിക്കുന്നത്. ഓൾ ഇന്ത്യ റാങ്ക് 35,000 റേഞ്ചിലുള്ള ആളുകൾ കേരള റാങ്ക് 3,500 3,600 റേഞ്ചിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് 85,132ന്റെ കേരള റാങ്ക് എന്ന് പറയുന്നത് 8,153 ആണ്. ഹായ് ഓൾ. സോ നമ്മുടെ നീറ്റിന്റെ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് അങ്ങനെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഈ റാങ്ക് ലിസ്റ്റിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഇന്ത്യയിലെ നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളിലും നിങ്ങളുടെ റാങ്ക് എവിടെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് മനസ്സിലാകും. ആൻഡ് കേരളത്തിലെ നമ്മുടെ MBBSന്റെയും BDSന്റെയും BHMSന്റെയും ഒക്കെ സാധ്യതകൾ അറിയണമെങ്കിൽ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. അതെങ്ങനെയാണ് കേരളത്തിലെ റാങ്ക് അറിയാൻ സാധിക്കുക? ഈ കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്കുണ്ട്. യെസ്, ആദ്യം പറയാം. ഇപ്പൊ വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് ആണ്. ഓൾ ഇന്ത്യ തലത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 10,000 ആയിരിക്കും റാങ്ക്, 20,000 ആയിരിക്കും റാങ്ക്, 5,000 റാങ്ക് ഉള്ളവരുണ്ടായിരിക്കും. യെസ്, ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ ബേസിലാണ് ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെന്റ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് പ്രോസസ് നടക്കുക. എയിംസ് കോളേജുകൾ, ഡൽഹി എയിംസിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. 20ഓളം എയിംസ് കോളേജുകൾ ഇന്ത്യയിൽ ഒട്ടാകെയുണ്ട്. ഈ എയിംസ് കോളേജുകളിലേക്ക്, ജിപ്മർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് ആൻഡ് അതേപോലെ കേരളത്തിലെയും മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും ഇന്ത്യയിലെ മുഴുവൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ ടോട്ടൽ സീറ്റുകളുടെ 15% സീറ്റുകൾ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കോട്ട റിസർവ്ഡ് ആണ്. ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെന്റ് വഴി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അവകാശപ്പെട്ട സീറ്റുകളാണ്. കേരളത്തിലെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എടുക്കാം. അവിടെ ടോട്ടൽ സീറ്റിന്റെ 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ട റിസർവ്ഡ്. അവിടെ തമിഴ്നാട്ടിലെ കുട്ടിക്ക് അപ്ലൈ ചെയ്യാം, കർണാടകയിലെ കുട്ടിക്ക് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, കേരളത്തിലെ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. സോ ആ അലോട്ട്മെന്റ് പ്രോസസ് ഒക്കെ നടക്കുന്നത് ഓൾ ഇന്ത്യ കോട്ട വഴിയാണ്. ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെന്റ് പ്രോസസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഇനി കേരളത്തിലെ ബാക്കിയുള്ള സീറ്റുകൾ, ഇപ്പൊ ഈ 15% സീറ്റുകൾ ഒഴിച്ചാൽ ബാക്കി വരുന്ന കാലിക്കറ്റിലെ 85% സീറ്റുകളിലേക്കും അഡ്മിഷൻ നടക്കുക, അലോട്ട്മെന്റ് പ്രോസസ് നടക്കുക കേരളത്തിന്റെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ്. ആ ഒരു മെഡിക്കൽ റാങ്ക് ലിസ്റ്റും അതിൽ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള റാങ്കിനെ കുറിച്ചുമാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഇപ്പൊ നിങ്ങൾക്കൊരു നീറ്റിന് ഒരു സ്കോർ ലഭിച്ചിട്ടുണ്ട്, നിങ്ങളുടെ നീറ്റിന്റെ റാങ്ക് വന്നിട്ടുണ്ട്. ഈ ഒരു റിസൾട്ട് നമ്മുടെ എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിലേക്ക്, കേരളത്തിന്റെ എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ടൊരു ടൈം വരും. അവരൊരു 3 to 4 days, 3, 4 or 5 days നമുക്ക് അലോട്ട് ചെയ്യും. ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ നീറ്റിന്റെ റിസൾട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആ ഒരു റിസൾട്ടിന്റെ ബേസിലായിരിക്കും നിങ്ങളുടെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വരിക. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കേരള ടോപ്പർ നമുക്കറിയാം, ഓൾ ഇന്ത്യ റാങ്ക് 109. ഓൾ ഇന്ത്യ റാങ്ക് 109 ആണ് കേരള ടോപ്പർക്ക് കിട്ടിയിരിക്കുന്നത്. കേരള റാങ്ക് 1 ആണ് ആൻഡ് സ്കോർ ഇസ് 643. ഓക്കെ, 643 ആണ് കുട്ടിക്ക് സ്കോർ കിട്ടിയത്. ഓൾ ഇന്ത്യ തലത്തിൽ കുട്ടിയുടെ റാങ്ക് എന്ന് പറയുന്നത് 109 ആണ്. ആൻഡ് കേരള ടോപ്പർ 2 കേരള റാങ്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ റാങ്ക് വരുന്ന കുട്ടിക്ക് ഓൾ ഇന്ത്യ തലത്തിൽ 200 ആണ് റാങ്ക് ഉള്ളത്. കേരള ടോപ്പർ 3 യെസ് 213 ആണ് കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക്. കേരള റാങ്ക് 4 എന്ന് പറയുന്നത് 274 ആണ്. കേരള റാങ്ക് 5ന്റെ ഓൾ ഇന്ത്യ റാങ്ക് 290. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. കേരളത്തിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികളൊക്കെ അവരുടെ നീറ്റിന്റെ റിസൾട്ട് അപ്ലോഡ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ടോട്ടലി നമുക്കൊരു റിസൾട്ട് അറിയാനായിട്ട്, കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കൂ. അതിനുള്ള ടൈം ഉടനെ തന്നെ ഉണ്ടാവും. ആ ഒരു കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എനിവേ, ഇത്രയും ഈ ഒരു കാര്യം നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ടാണ്. കുറച്ചധികം റിസൾട്ടുകൾ കൂടി നമുക്കറിയാം. എന്നാൽ ബാക്കിയുള്ളവരുടെ സ്കോറും അവർക്ക് കിട്ടാൻ പോകുന്ന കേരള റാങ്കും ഒന്നും നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല, നമുക്കറിയില്ല. യെസ്, അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു ഓൾ ഇന്ത്യ റാങ്ക് റേഞ്ചിലുള്ളവരാണ് കേരളത്തിലെ 1, 2, 3, 4, 5 പൊസിഷനിൽ നിലവിലുള്ളത്. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ആണ്. ഓക്കെ, ഈ ഒരു മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഓൾ ഇന്ത്യ തലത്തിൽ കിട്ടിയ കുട്ടികളുടെ റാങ്കും അവരുടെ സ്കോറും കൊടുത്തിട്ടുണ്ട്. സോ സ്റ്റേറ്റ് റാങ്ക് 1 നമ്മുടെ കേരളത്തിൽ 1ാം റാങ്ക് കിട്ടിയ കുട്ടിക്ക് ഓൾ ഇന്ത്യ തലത്തിലും അന്ന് 1ാം റാങ്ക് തന്നെയായിരുന്നു. യെസ്, അപ്പോൾ അറിയാം 720 out of 720 ആയിരുന്നു കുട്ടിയുടെ സ്കോർ. കഴിഞ്ഞ വർഷത്തെ നീറ്റിന്റെ സ്കോർ എന്ന് പറയുന്നത്
720 ആയിരുന്നു. യെസ്, ഓൾ ഇന്ത്യ റാങ്കും 1 ആണ്, കേരള റാങ്കും 1 ആണ്. യെസ്, ആൻഡ് കേരള റാങ്ക് 2 കിട്ടിയ കുട്ടിയുടെ നീറ്റ് റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 21 ആണ്, 21ാമതാണ് എത്തിയിരിക്കുന്നത്. നീറ്റ് റാങ്ക് 3 കിട്ടിയ കുട്ടി ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 49 ആണ്, 715 ആണ് സ്കോർ, 716 ആണ് സെക്കൻഡ് കിട്ടിയ കുട്ടിയുടെ സ്കോർ. യെസ്, ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഓൾ ഇന്ത്യ റാങ്ക് 1021 എന്ന് പറയുന്നത് കേരള റാങ്ക് 67 ആണ്. ഓൾ ഇന്ത്യ റാങ്ക് 1148 എന്ന് പറയുന്നത് കേരള റാങ്ക് 81 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റിയത് 2024 കേസാണ്. നീറ്റ് റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് 904 എന്ന് പറയുന്നത് കേരള റാങ്ക് 56 ആണ്, 56 ആണ്. യെസ്, അതേപോലെ ഓൾ ഇന്ത്യ റാങ്ക് 2035 എന്ന് പറയുന്നത് കേരള റാങ്ക് 179 ആണ്. ഏകദേശം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷവും അതിന്റെ മുന്നിലത്തെ വർഷവും ഒരു 800, 900 ആ ഒരു റേഞ്ചിലുള്ള കുട്ടിക്ക് മാത്രമാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജനറൽ കാറ്റഗറിയിൽ അവസാനമായിട്ട് അഡ്മിഷൻ ലഭിക്കുന്നത്. 864 ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. കഴിഞ്ഞതിന്റെ മുന്നിലത്തെ വർഷം 900 റേഞ്ചിലാണ് കഴിഞ്ഞ വർഷം വന്നത്. യെസ്, ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 1000ന്റെ താഴെയുള്ള കുട്ടികൾക്ക് മാത്രമാണ്, 1000ന്റെ മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമായിരിക്കും ജനറൽ കാറ്റഗറിയിൽ ഒരു പ്രതീക്ഷ. ഒരു 800, 850, 900 റേഞ്ച് എന്തായാലും നിങ്ങൾ എത്തേണ്ടതായിട്ടുണ്ട്. സ്കോർ കമ്പാരബിൾ അല്ല. സ്കോർ കഴിഞ്ഞ വർഷം ഇപ്പൊ കണ്ടാൽ അറിയാം, ഈ വർഷം ടോപ്പറുടെ സ്കോർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 643. കഴിഞ്ഞ വർഷത്തെ ടോപ്പറുടെ സ്കോർ 720. കാരണം നീറ്റ് എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവലിൽ വന്ന വ്യത്യാസമാണ്. വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു ഈ വർഷം നടന്ന നീറ്റ് എക്സാം. സോ അതുകൊണ്ട് തന്നെ സ്കോർ വളരെ എല്ലാ കുട്ടികളുടെയും മൊത്തത്തിൽ എല്ലാവരുടെയും സ്കോർ വളരെ ഡൗൺ ആണ്. കാരണം നീറ്റ് എക്സാം അത്ര ടഫ് തന്നെയായിരുന്നു. യെസ്, ഓക്കെ, ആൻഡ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഓൾ ഇന്ത്യ റാങ്ക് 4000, ഓൾ ഇന്ത്യ റാങ്ക് 4026ന്റെ കേരള റാങ്ക് എന്ന് പറയുന്നത് 353 ആണ്. ആൻഡ് ഒരു 5000 റേഞ്ച് നമുക്ക് നോക്കാം. 5461 ഓൾ ഇന്ത്യ റാങ്കിന്റെ കേരള റാങ്ക് എന്ന് പറയുന്നത് 505 ആണ്. യെസ്, മാർക്ക് അപ്ലോഡിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞാലേ ഈ വർഷത്തെ നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കൂ. ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് 805ന്റെ കേരള റാങ്ക് 783. അപ്പൊ 8000 റേഞ്ചിലുള്ളവർ കേരള റാങ്ക് 700ലേക്കാണ്, 700ലേക്കാണ് എത്തിയിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഓൾ ഇന്ത്യ റാങ്ക് 10621, 10,000 റേഞ്ചിലേക്ക്, 10,000 റേഞ്ചിലേക്ക് നമ്മൾ കയറുകയാണ്. 10621ന്റെ കേരള റാങ്ക് എന്ന് പറയുന്നത് 1047 ആണ്. ആ ഒരു 10,000 റേഞ്ച് നോക്കിയാൽ നമുക്കറിയാം എല്ലാം ഒരു 1000ലാണ് വരുന്നത്. 10,801ൻ്റെത് 1068 ആണ് കേരള റാങ്ക്. ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് 11,614 എന്ന് പറയുന്നത് കേരള റാങ്ക് 1159. ആ ഒരു റേഞ്ചിൽ തന്നെയാണ് പോകുന്നത്. അത് കയറുന്നതിനനുസരിച്ച് 1000നും 2000നും ഇടയിലായിട്ടായിരിക്കും റാങ്ക് വരിക. യെസ്, നെക്സ്റ്റ് വൺ ഇസ് ഓൾ ഇന്ത്യ റാങ്ക് 27,415. 16 ആണോ 15 ആണോ അത്ര ക്ലിയർ അല്ല. കേരള റാങ്ക് വന്നിരിക്കുന്നത് 2739 ആണ്. ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് 27,403, കേരള റാങ്ക് 2738. അപ്പൊ 10,000 എന്ന് പറയുന്നത് ഒരു 1000 റേഞ്ചിലാണ് കേരള റാങ്ക് വന്നിരിക്കുന്നത്. 20,000 എന്ന് പറയുന്നത് ഒരു 2000 റേഞ്ചിലാണ് കേരള റാങ്ക് വന്നിരിക്കുന്നത്. 27,809 ഓൾ ഇന്ത്യ റാങ്കിന്റെ കേരള റാങ്ക് എന്ന് പറയുന്നത് 2,784 ആണ്. യെസ്, വേഗം നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഒരു 36,000ലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഓൾ ഇന്ത്യ റാങ്ക് 36,577, കേരള റാങ്ക് എന്ന് പറയുന്നത് 3,725 ആണ്. യെസ്, ഒരു ഇതിന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. യെസ്, ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് 36,778 എന്ന് പറയുന്നത് കേരള റാങ്ക് 3,751 ആണ്. ഏകദേശം നിങ്ങൾക്ക് കിട്ടിക്കാണും. നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് ഏതാണെങ്കിൽ കേരള റാങ്ക് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഏകദേശം ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓൾ ഇന്ത്യ റാങ്ക് 41,154, കേരള റാങ്ക് വന്നിരിക്കുന്നത് 4,189 ആണ്. ഓൾ ഇന്ത്യ റാങ്ക് 41,203, കേരള റാങ്ക് 4,198. യെസ്, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കേരള റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് 45,355,
കേരള റാങ്ക് 4551. ആൻഡ് ഇനി നമുക്ക് കുറച്ച് ഒരു 50,000 റേഞ്ചിലേക്ക് നോക്കാം. ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് യെസ് ഓൾ ഇന്ത്യ റാങ്ക് 57,100. അപ്പം 50,000, 51,000, 52,000, 52,000, 53,000, 55,000 കിട്ടിയ ആളുകളൊക്കെ ഒന്ന് നോക്കുക. 57,100ന്റെ കേരള റാങ്ക് എന്ന് പറയുന്നത് 5,657. അപ്പം ഏകദേശം അതേ റേഞ്ച് 57,000 ആണെങ്കിൽ 5,600, 5,700 റേഞ്ചാണ് വന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഓൾ ഇന്ത്യ റാങ്ക് 60,000ലേക്ക് പോകാം. ഓൾ ഇന്ത്യ റാങ്ക് 60,017. കേരള റാങ്ക് വന്നിരിക്കുന്നത് 5,927. 6,000 ക്ലോസ് ആയിട്ട് വന്നിട്ടുണ്ട്. 6,000 വളരെ ക്ലോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ അടുത്തത് ഇതെല്ലാം ഓൾ ഇന്ത്യ റാങ്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേരള റാങ്ക് ആണ്. യെസ്. അടുത്തതൊരു ഓൾ ഇന്ത്യ റാങ്ക് 62,584. കുട്ടിയുടെ കേരള റാങ്ക് 6,177. 6,177. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ നമുക്കൊരു 80,000. ഒരുപാട് കുട്ടികൾ ഒരു 80,000 റേഞ്ച് ഓൾ ഇന്ത്യ റാങ്ക് വന്നിട്ടുണ്ട്. 85,058 ഓൾ ഇന്ത്യ റാങ്ക്. കേരള റാങ്ക് വന്നിരിക്കുന്നത് 8,145. ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് 85,111ന്റെ കേരള റാങ്ക് 8,148. നെക്സ്റ്റ് വൺ അടുത്തത് ഓൾ ഇന്ത്യ റാങ്ക് നമുക്ക് 1 lakhനോട് അടുപ്പിച്ച് നോക്കാം. ഓൾ ഇന്ത്യ റാങ്ക് 1 lakh ആണെങ്കിൽ യെസ് 1,02,708. യെസ് 2,708 ആണെന്ന് തോന്നുന്നു. 9,573. അതായത് 10,000 10,000 ക്ലോസ് ആയിട്ട് വന്നു. ഓൾ ഇന്ത്യ റാങ്ക് 1 lakhനോട് ക്ലോസ് ആയിരിക്കുന്നവർ കേരള റാങ്ക് 10,000 ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത്. 1,03,135. 9,593. ഓക്കെ. 1,03,483 9,612 ആണ് വന്നിരിക്കുന്നത് കേരള റാങ്ക്. ആൻഡ് നെക്സ്റ്റ് വൺ ഓക്കെ. അപ്പോൾ ഏകദേശം ഇത്രയും നമ്മളൊരു 1 lakh റേഞ്ചിലേക്കാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഏകദേശം ഇത് തന്നെയാണ്. ഒരു 2 lakh ആണ് നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് എങ്കിൽ ഒരു 20,000 ഒക്കെ ആയിരിക്കണം കേരള റാങ്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. യെസ്. ആൻഡ് ഇനി വരുന്ന വീഡിയോസിൽ കഴിഞ്ഞ വർഷം 2024 അതേപോലെ 2023 ഓരോ മെഡിക്കൽ കോളേജിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഏത് കേരള റാങ്കിനാണ് അവസാനമായിട്ട് ലാസ്റ്റായിട്ട് അഡ്മിഷൻ കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് വെച്ച് ഏകദേശം ഏതൊരു കേരള റാങ്കിലേക്കായിരിക്കും നിങ്ങൾ എത്താൻ പോകുന്നത്, ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ മൈൻഡിലുണ്ടെങ്കിൽ ഏത് മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് സെക്ടറിലാണോ സെൽഫ് ഫിനാൻസിങ് സെക്ടറിലാണോ നമുക്ക് കിട്ടാനുള്ള സാധ്യത പോസിബിലിറ്റി കൂടുതലെന്ന് നമുക്ക് മനസ്സിലാകും. സോ നമുക്കിനി വീണ്ടും മീറ്റ് ചെയ്യാം. സ്റ്റേ ട്യൂൺ. ബൈ.